നാളെ കർക്കിടകം 1. പഴമക്കാർ പഞ്ഞമാസമെന്ന് വിളിച്ചിരുന്ന കർക്കിടകം ആയുർവേദ ചികിത്സകൾക്ക് ഉത്തമമാണ്. രാമായണ മാസാചരണത്തിനും നാളെ തുടക്കം കുറിക്കും. തിരിമുറിയാതെ മഴ പെയ്തു നിറയേണ്ട കാലമാണ്. എന്നാൽ ഋതുഭേദങ്ങൾ പതിവ് തെറ്റിക്കുമ്പോൾ പൊള്ളുകയാണ് നാട്. കർക്കിടകം മലയാളിക്ക് ആത്മശുദ്ധീകരണത്തിന്റെയും ശാരീരിക സൗഖ്യം വീണ്ടെടുക്കുന്നതിന്റെയും നാളുകളാണ്. ഭക്തമാനസങ്ങളിൽ രാമായണ ശീലുകൾ നിറയുന്ന പുണ്യമാസം. കർക്കിടകം തീരുമ്പോഴേക്കും രാമായണം വായിച്ചു തീരണമെന്നാണ് വിശ്വാസം. സ്ത്രീകൾ ദശപുഷ്പം ചൂടി മുക്കുറ്റിക്കുറി വരച്ച് രാമായണ മാസ പ്രഭാതങ്ങളെ വരവേൽക്കും. നാലമ്പല ദർശനവും ഹൈന്ദവ വിശ്വാസങ്ങളിൽ പ്രധാനമാണ്. ആയുർവേദ വിധിപ്രകാരമുള്ള ആരോഗ്യ പരിചരണത്തിന് കർക്കിടകമാണ് ഉത്തമം. കഴിഞ്ഞ 11 മാസത്തെ ശരീരത്തിന്റെ കേടുപാടുകൾ തീർക്കണം, ദുർമേധസ് നീക്കണം, അടുത്ത 1 വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കണം. അതിനുള്ള ഉഴിച്ചിലിനും പിഴിച്ചിലിനും പ്രത്യേക ഔഷധ സേവയ്ക്കുമൊക്കെ പറ്റിയ മാസമാണിത്. കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നാണ് പഴമക്കാരുടെ ചൊല്ല്. പുതുപ്രതീക്ഷകളുടെ പൂക്കളങ്ങൾ മണ്ണിലും മനസ്സിലും വിടരുന്ന പൊന്നിൻ ചിങ്ങത്തിനായുള്ള കാത്തിരിപ്പ് ഇപ്പോഴേ തുടങ്ങുകയായി. ഈ കാലവും കടന്നു പോകട്ടെ. നിറപ്പെയ്ത്തിൽ ഈറനണിയുന്ന പ്രഭാതങ്ങളിലേക്ക് മലയാളക്കര മിഴി തുറക്കട്ടെ. ന്യൂസ് ഡെസ്ക് TCV.